മീറ്റാന്ന് പറഞ്ഞാൽ കഴിക്കരുത്, ചിക്കനാണെങ്കിൽ കഴിച്ചോ, കണ്ടാൽ അറിയാലോ. മീറ്റ് എന്ന് പറഞ്ഞാൽ അത് പട്ടിയാണ്, പട്ടി ഇറച്ചി കഴിക്കും. സ്ത്രീകളാണ് അവിടെ കൂടുതലും ജോലി ചെയ്യുന്നത്, അവരെല്ലാ ജോലിയും ചെയ്യും. പുരുഷന്മാര് ഈ നമ്മുടെ സിം കാർഡ് വിൽപ്പനയാണ്. അപ്പോൾ കുറച്ചപ്പുറത്ത് ഒരു കട, എനിക്ക് ഇലക്ട്രോണിക് സാധനം വാങ്ങണം. അതിൻ്റെ ബോർഡ് നോക്കിയത് കുച്ച് കുച്ച് ഹോത്താ എന്ന് ഇംഗ്ലീഷ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യ എന്നാണോ എന്ന് ചോദിച്ചു. ഹിന്ദിയാണല്ലോ. ഞാൻ ആം എ ചൈനീസ് ബ്രോക്കൺ ഇംഗ്ലീഷ്. ഞാൻ ഈ പേരെന്താ, അവിടുത്തെ ഒരു ശരാശരി തിമോറി ഒരു 15 വയസ്സിന് 45 വയസ്സിന് ഇടയ്ക്കുള്ള ഏത് തിമോറി കണ്ടാലും ഗർഭിണിയായിരിക്കും. ആഭ്യന്തര യുദ്ധം അതിൻ്റെ ഒരു ഇന്ത്യക്കാരൻ പെട്ട് മരിച്ചിട്ടുണ്ട്. ഇവന്മാർ വെടിവെക്കുന്നതിടെ ചെന്ന് കയറിയിട്ട് അറിയാതെ. ഇദ്ദേഹം പറയുന്ന ഒരു ഹോളിൽ കൊണ്ടാക്കി കുറച്ച് ബ്രെഡൊക്കെ കൊടുത്തു. നോക്കുമ്പോഴത്തേക്ക് ഈ മുറിഞ്ഞ കൈപ്പത്തിയൊക്കെ കിടക്കുകയാണ് സൈഡിൽ. അവിടെ യുദ്ധം കഴിഞ്ഞിട്ടേ ഉണ്ട് ഈ കൊണ്ടാക്കിയെടുത്തത്. അത് കണ്ടപ്പോൾ പകലെ പേടിയായി, രക്തത്തിൻ്റെ കറ ചുവരില്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ആടുന്നു, ടേബിളും എല്ലാം ഇങ്ങനെ ആടും. എനിക്ക് മനസ്സിലായി ഭൂകമ്പാണെന്ന് മനസ്സിലായി. ഇത് സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭൂകമ്പത്തെ റെസിസ്റ്റ് ചെയ്യാൻ രീതിയിലായിട്ടാണ് UN ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനേക്കാൾ അതിശയമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ഒരു രാത്രിയിൽ മലയാളം പറയുന്ന, കേരളം കണ്ടിട്ടില്ലാത്ത 10-20 വയസ്സായ മനുഷ്യൻ വാക്കൻ. അതൊരു ജീവിതത്തിൽ ഇപ്പോഴൊരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നൊരു അനുഭവമാണ്. കുറേ സംസാരിക്കും, കുറച്ച് നാളെങ്കിലും ഇമെയിൽ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്തുനിന്ന് മുൻപ് കാഷ്വലി കേട്ടിട്ടുള്ളതിൽ ഏറ്റവും രസകരമായ കഥ തിമോറിലേക്കുള്ള സാറിൻ്റെ യാത്രയും അവിടുത്തെ അനുഭവം. തിമോർ ഞാനൊരു ബുക്ക് എഴുതാനുള്ള ശ്രമമുണ്ട്, പല ചാപ്റ്റേഴ്സ് എഴുതിയെങ്കിലും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു എനിക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല പുസ്തകം അതായിരിക്കും. അന്നത്തെ അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളാണ്. തിമോറിൽ പോകാനായിട്ട് ഇതുപോലെയാണ് എല്ലാം. തിമോറിൽ അവിടെ യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആഭ്യന്തരത്വം നടക്കുകയാണ്. ലാൽ പോകരുത്. ഞാൻ നോക്കിയ WHO നല്ലൊരു സെലക്ഷൻ കിട്ടി ഇന്റർനാഷണൽ ഓഫീസറായിട്ട്. അപ്പോൾ ആദ്യത്തെ ഇന്റർനാഷണൽ സെലക്ഷൻ എനിക്ക് പോകണമെന്നുണ്ട്. ഈ തിമോർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഓസ്ട്രേലിയയുടെ തൊട്ട് മേളിലായിട്ട് വരും. ഡാർവിനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അടുത്ത പ്രദേശം. ഡാർവിനിലേക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ. പലരും തിമോർ എന്ന് പറയുമ്പോൾ ആഫ്രിക്ക എന്ന് വിചാരിക്കുന്നത്. തിമോർ ഏഷ്യൻ രാജ്യമാണ്. തിമോർ ഇന്തോനേഷ്യയുടെ ഭാഗമായിരുന്നു. ഇന്തോനേഷ്യ തിമോർ വന്നിട്ട് ഒരു ആഭ്യന്തര യുദ്ധം നടത്തിയിട്ട് തിമോർ UN ഓസ്ട്രേലിയയൊക്കെ ഇടപെട്ടിട്ട് തിമോറിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തിമോറിനും ഇന്തോനേഷ്യക്കും ഇന്നും ഒരൊറ്റ എംബസി മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ എംബസി ഇൻ ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയോട് എനിക്ക് ആ വിഷമം തോന്നിയിട്ടുള്ള ഒരു വിഷയം ഇതാണ്. കാരണം ഇവർ 200 വർഷത്തിലധികം പോർച്ചുഗീസ് കോളനിയായിരുന്നു തിമോർ. ഇതൊരു മുട്ടയുടെ ഷേപ്പുള്ള ഒരു ഐലൻഡാണ്. ഏതാണ്. അപ്പൊ അതിന്റെ പകുതിയാണ് ഈസ്റ്റ് തിമോർ. ബാക്കി വെസ്റ്റ് തിമോർ എന്ന് പറയാവുന്ന ഭാഗം ഇന്തോനേഷ്യയുടെ ഭാഗമാണ്. ഇന്തോനേഷ്യ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ സൗഹൃദവും ഭാഷകളുടെ വലിയ രാജ്യമാണോ? ഒരു കേരളത്തിന്റെ സൈസ്. ശരി. അപ്പൊ തിമോറിലെത്തിയ കഥയൊന്ന് കേൾക്കാം. അപ്പൊ തിമോറിൽ പോകാനായിട്ട് തീരുമാനിച്ചു. ജോലി അസൽ ഞാൻ തീരുമാനിച്ചു. ഫാമിലിയൊക്കെ പേടി, ഞങ്ങൾ ഡൽഹി ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കട്ടെ, പോയി നമുക്ക് എല്ലാവർക്കും പോവാം. ഫാമിലി സ്റ്റേഷനും അല്ല. അപ്പോൾ ഞാനിങ്ങനെ ഭയന്നെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ പേരൻസ് വിളിച്ചോ, നീ ഇങ്ങനെ യുദ്ധം നടത്തുന്നൊക്കെ പോകരുത്. അപ്പോൾ WHO ആണെങ്കിൽ എന്നെ തന്നെ പോകണം, കാരണം സെലക്ഷനിൽ ഞാനാണ് ഫസ്റ്റ്. അപ്പം മൈത്രേയൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു. അതെനിക്ക് എന്നെ ജീവിതത്തിൽ സ്വാധീനിച്ചൊരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെ പോകണ്ടെന്ന് പലരും പറഞ്ഞു, ഫാമിലിക്കും പേടി. അപ്പം മൈത്രേയൻ ചേട്ടൻ ചോദിച്ചു, അവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള രാജ്യമാണ്. ഞാൻ പിന്നെ കുട്ടികളും സ്ത്രീകളും ഇല്ലേ, എന്നാ പിന്നെ തനിക്കെന്താ പോകാത്തത്? കുട്ടികൾ സ്ത്രീകൾ സുരക്ഷിത രാജ്യത്തെ തനിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അതൊരു ചിന്തിപ്പിച്ച ചോദ്യമാണ്. അപ്പം എന്തായാലും ഈ യുദ്ധ ആഭ്യന്തര യുദ്ധം അതിൻ്റെ ഒരു ഇന്ത്യക്കാരൻ പെട്ട് മരിച്ചിട്ടുണ്ട്. ഇവന്മാർ വെടിവെക്കുന്നതിടെ ചെന്ന് കയറിയിട്ട് അറിയാതെ. അപ്പം ഞാൻ ആദ്യമായിട്ട് തിമോറിൽ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ അപ്പോൾ 3-ാം ദിവസം എത്തുള്ളൂ. ഡൽഹിയിൽ നിന്ന് തായ്ലൻഡിൽ നിന്ന് ബാലിയിൽ നിന്ന് 3-ാം ദിവസത്തെ അന്ന് തിമോറിലെത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഞാൻ ചെന്നോടെ എനിക്ക് വെടി കിട്ടുമെന്നാണ് ഉള്ളിൻ്റെ ഭയമുണ്ട്. അപ്പോൾ UN വണ്ടിയൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സുരക്ഷിതമാണ്. എന്നാലും എൻ്റെ പോണ വഴിക്കുക ആൾക്കാർ എൻ്റെ നേരം ഇവന്മാർ എന്നെ പോലുള്ളവർ വെടിവെക്കാൻ നിൽക്കും. ഞാൻ നോക്കും അവർ വീഡിയോ സിഗരറ്റൊക്കെ വെച്ച് അവരുടെ കാര്യം നോക്കി. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് തോക്കൊന്നുമില്ല, സാധാരണക്കാരെ. അപ്പം നമ്മുടെ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നത് എല്ലായിടത്തും ആഭ്യന്തര യുദ്ധം ഒന്നാണ്. പണ്ട് ഞങ്ങൾ ഡൽഹിയിലൊരു കോൺഫറൻസ് വെച്ചിട്ട് ഒരുപാട് കോൾസ് വന്നു. ഹൈദരാബാദിലൊരു സ്ഫോടനം ഉണ്ടായപ്പോഴത്തേക്ക് പല രാജ്യക്കാരും വിളിക്കുകയാണ്. സ്ഫോടനം. ഞാൻ പറഞ്ഞു സ്ഫോടനം നടത്തേക്ക് പോകണം 2.5 മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണം. അവർക്കെല്ലാം ഇന്ത്യയിലെ സ്ഫോടനം എന്നറിയാം. അതുപോലെ തിമോർ അവിടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലായിടത്തും പ്രശ്നമാണ്. എന്നാൽ എനിക്ക് ആദ്യമായിട്ട് അതിൻ്റെ സ്ഥലത്ത് ജീവിക്കാൻ പോകും. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആകെയുള്ള പ്രശ്നം ഭാഷയാണ്. ബ്രോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഡ്രൈവറൊക്കെ സംസാരിക്കുന്നുണ്ട്. WHO ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് അറിയുന്നവരാണ് കൂടുതലും. അവിടുത്തെ ലോക്കൽസിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം താമസിച്ചത് എലിസബത്ത് ദില്ലി എന്നൊരു ഹോട്ടലാണ്. എലിസബത്ത് ദില്ലി. അത് ഭാര്യ ഹാഫ് പോർച്ചുഗീസും ഭർത്താവ് തിമോറിയാണ്. അപ്പോൾ അവരോട് ഈ ഭാഷ പ്രശ്നം. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ഒരു രാജ്യത്ത് ഇത്രയും ദൂരെ ചെന്നിട്ട് ഒറ്റയ്ക്ക് ഫാമിലി മിസ് ചെയ്യുന്നു, ഭാഷ അറിയില്ല, ജലി പിടിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നടക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വന്ന് ഞാൻ ഭാര്യ ഭർത്താവ് കൗണ്ടറിങ് ഭാര്യയോട് ഞാൻ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവർ അത്യാവശ്യം പറഞ്ഞുതരും. ഒരു 5-6 പ്രാവശ്യം ചോദിച്ചപ്പോൾ അയാൾക്ക് എന്നെ സംശയമായി. കാരണം എന്താ സംസാരിക്കുന്ന അയാൾക്കറിയില്ല.
അപ്പോൾ ഞാൻ പിന്നെ മുറിക്കകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ ഏറ്റവും ദിവസം അവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തിമോറിൽ. കാരണം ആകെ 20 ഇന്ത്യക്കാർ മറ്റേ അവിടെ ഉള്ളതെന്ന് ഇങ്ങനെ കേട്ടിരുന്നു. ഏത് വർഷമായിരുന്നു സാർ? ഇത് 2008, 2007, 18 വർഷം മുമ്പ്. എനിക്ക് ആ ഡേറ്റ് മറക്കാം. 7/7/7 ഞാൻ അവിടെ എത്തുന്നത്. 7 ജൂലൈ 7, 2007 7/7/7 അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞപ്പോൾ അവരൊരു മാപ്പൊക്കെ കൈകൊണ്ട് വരച്ചത്. അന്ന് ഗൂഗിൾ മാപ്പൊന്നും ഇല്ല, അവിടെ ഇല്ല പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ ഈ മാപ്പൊക്കെ തപ്പി അന്ന് ഒത്തിരി സന്ധ്യയോടെ അടുക്കുന്ന സമയം. അപ്പോൾ എൻ്റെ ഇതുപോലെ പേടിയാണ്, ഈ മതിലിൻ്റെ പുറത്തൊക്കെ ചെറുപ്പക്കാരിരിക്കുന്നവനൊക്കെ അനങ്ങുന്നു, എനിക്ക് അടി കിട്ടുമെന്നാണ്. അപ്പോൾ ശരിക്കും ഒറ്റയ്ക്കാകുമ്പോഴൊരു പ്രശ്നം, പരിചയമില്ലാത്ത രാജ്യത്ത്. അവിടെ ചെന്ന് അവസാനം കണ്ടെത്തിയപ്പോൾ മേഘ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ധൈര്യമായി, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ ന്യൂസ് നടക്കുകയാണ്. ന്യൂസ് അതുപോലെ. അപ്പോൾ ചോദിച്ചാൽ ഇത് മലയാളമാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു മലയാളി ലുക്കുള്ള ഒരാൾ ഇങ്ങനെ അകത്തുനിന്ന് വരുന്നു. വേറെ അവിടെ നിന്ന് വരുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ച് മലയാളി, അതെ മലയാളിയാണ്, നിങ്ങൾ TV വരുന്ന ഡോക്ടറല്ലേ? എന്തൊരു സന്തോഷം ആലോചിച്ചു. എന്നെ ആരും അറിയാത്ത. അപ്പൊ അപ്പൊ അവിടെ ന്യൂസ് കിടക്കുകയാണ് ഏഷ്യാനെറ്റിന്റെ. അപ്പൊ ഞാൻ പിന്നീട് പരിചയപ്പെട്ടാണ് അയാൾ പറയുന്നത് ഇവിടെ സായിപ്പന്മാരൊന്ന് BBC ഇടാൻ പറയും. ഞാൻ ഒന്നും ഇടില്ല, ഞാൻ ഏഷ്യാനെറ്റ് വേണമെങ്കിൽ കണ്ടോണാമാര് എന്നാണ്. അപ്പോൾ ഈ സുകുമാരൻ നായരാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു മനുഷ്യൻ. അത് വേണം ഇപ്പൊ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ സുകുമാരൻ നായരായിട്ട് പിന്നെ കൂട്ടായി, എൻ്റെ ഒരു ബ്രദറിനെ പോലെ. അയാൾക്ക് റെസ്റ്റോറൻറ്റിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. രാവിലെ താമസിക്കുന്ന ഹോട്ടലും തരും. ഉച്ചയ്ക്ക് $1 ഇങ്ങോട്ട് $1, അങ്ങോട്ട് $1. അവിടെ $1 എപ്പോഴും. ഇപ്പം എല്ലാം $1. ഒരു നെല്ലിക്ക് വാങ്ങിക്കണമെങ്കിൽ $1 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരും. നമ്മുടെ നാട്ടിലെ കറികളൊക്കെ. ഉദാഹരണം കുറച്ച് കഴിയുമ്പോൾ ഒരു AC മുറിയുണ്ട് ഡോക്ടറെ, ഞാൻ കിടന്നുറങ്ങുന്നത്. അതിനകത്തൊരു ശകല നേരം കിടക്കും. ഞാൻ പോയി ഓഫീസല്ല, ഒരു അരമണിക്കൂർ കിടക്കുന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രദറായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ അതിജീവനത്തിൻ്റെ ഏറ്റവും രസമുള്ളൊരു കഥ. അദ്ദേഹം തിരുവനന്തപുരത്തൊരു റെസ്റ്റോറൻറ്റ് തൊഴിലാളിയായിരുന്നു, കുക്കാണ്, നല്ലൊരു കുക്ക്. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് നാട് വിട്ടൊക്കെ പോയി ഒറ്റപ്പെട്ട ഒരാളാണ്. തിരുവനന്തപുരത്ത് കുക്കായിട്ട് നിൽക്കുമ്പോൾ ആരോ, എൻ്റെ ഓർമ്മയുള്ള സ്റ്റോറി പറയുകയാണ്, നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ വിളിക്കാം, തിരുവനന്തപുരത്തുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തോട് വന്ന് ആരോ പറഞ്ഞിങ്ങനെ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം മനസ്സിലാക്കി ഓസ്ട്രേലിയ കൊണ്ടുപോകാനാണെന്നാണ്. ഇവർ പറഞ്ഞവരുടെ ഭാഷ എല്ലാം കൂടി അദ്ദേഹം ഓസ്ട്രേലിയ പോകാൻ തീരുമാനിച്ചു. പല അന്നത്തെ കാലത്ത് ട്രെയിനും ഫ്ലൈനും കപ്പലും എല്ലാം കയറി തിമൂറിലെത്തി. അദ്ദേഹം പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഹാളിനകത്താക്കി. അവിടെ ചെന്ന് തിരുവനന്തപുരം തിമോറിലാണ് എത്തിയതെന്ന് അദ്ദേഹം അപ്പം അറിഞ്ഞിരുന്നു? ഇല്ല, അതാണ് തമാശ. ഓസ്ട്രേലിയക്കാണ് അദ്ദേഹം പോണത്, മനസ്സുകൊണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് തിരുവനന്തപുരം കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നിലച്ചു. കാരണം ഇദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയാവുള്ളൂ. തിമോറിൽ ചെന്ന് കഴിയുമ്പോൾ തിമോറിനുകാരന് ഈ കൊണ്ടുപോകുന്നവന് ഒരു ഭാഷ അറിയില്ല. ഇദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കില്ല അന്ന്. ഇദ്ദേഹം പറയുന്ന ഒരു ഹോളിൽ കൊണ്ടാക്കി കുറച്ച് ബ്രെഡൊക്കെ കൊടുത്തു. നോക്കുമ്പോഴത്തേക്ക് ഈ മുറിഞ്ഞ കൈപ്പത്തിയൊക്കെ കിടക്കുകയാണ് സൈഡിൽ. അവിടെ യുദ്ധം കഴിഞ്ഞിട്ടേ ഉണ്ട് ഈ കൊണ്ടാക്കിയെടുത്തത്. അത് കണ്ടപ്പോൾ പകലെ പേടിയായി, രക്തത്തിന്റെ കറ ചുവരില്. സുഖം അത് കണ്ടപ്പോൾ പേടിയായി. അപ്പൊ ഇത് ഇവനോട് പറയാം, പേടിയെന്ന് ഇവനോട് ഭാഷ അറിയാമെങ്കിൽ പേടിയാണെന്ന് പറയാൻ പറ്റും. ഇത് ഭക്ഷണം കൊടുത്ത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് പകൽ എങ്ങനെയെങ്കിലും ഇരിക്കാം, രാത്രി ഉറങ്ങാൻ പറ്റില്ല. രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ചിലപ്പോൾ പകൽ ഉറങ്ങിപ്പോകും. അപ്പൊ ചെന്ന് കുറെ ആഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത് ഓസ്ട്രേലിയ അല്ല, ഇത് തിമോറാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ ബാഗ് മാറിപ്പോയി, ഫ്ലൈറ്റ് മാറി, ബസ് മാറി, രാജ്യം മാറിപ്പോയി. അപ്പൊ ഓസ്ട്രേലിയക്ക് അടുത്താണെന്ന് മറ്റാണ് പറയുന്നത് ഇദ്ദേഹം. പിന്നെ മാത്രമല്ല ഓസ്ട്രേലിയയുടെ ഒരുപാട് പീസ് കീപ്പിംഗ് പട്ടാളക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കും കൂടെയൊക്കെ ചേർത്ത് എന്താ ഭക്ഷണം വയ്ക്കാനൊക്കെ കൊണ്ടുപോയതാണ്. അപ്പൊ കിട്ടിയപ്പോൾ ഇവിടെ നോക്കി ആള് വിട്ടാണ്. അപ്പൊ ഇന്ത്യൻ ഭക്ഷണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ പറയും, ഈ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. മലയാളം പറയുന്ന പോലെ ഫ്ലുവൻ്റ് ആയിട്ട് അവിടുത്തെ ഭാഷ തെറ്റും പറയും. തെറ്റും എന്നാണ് അവിടുത്തെ ഭാഷ. തെറ്റും തന്നെ പല വേർഷൻസ് ഉണ്ട്. അതിന് സ്ക്രിപ്റ്റ് ഇല്ല, പറച്ചിലേ ഉള്ളൂ, എഴുത്തില്ല. ഇപ്പോൾ തെറ്റും എന്ന് എഴുതണമെങ്കിൽ അവർ ഇംഗ്ലീഷ് ഭാഷ എത്ര തെറ്റിയാലും നമുക്ക് ആ ഭാഷയുടെ പേര് തെറ്റിക്കൊണ്ടിരിക്കും. ഭാഷയുടെ പേരാണ് പ്രശ്നം എന്ന് പറയാം. തെറ്റിയാലും അതൊരു ഇന്തോനേഷ്യൻ ഡയലക്റ്റ് ആണോ? അല്ല, അതൊരു സ്വന്തം ഭാഷയാണ്. അത് പക്ഷെ അതിൽ തന്നെ ഒരുപാട് ഡയലക്ട്സ് ഉണ്ട്. ട്രൈബൽ ഭാഷയാണ്. ഒരു കുന്നിലുള്ളവന്റെ ഭാഷയെങ്കിലും മറ്റേ കുന്നിൽ. അതുകൊണ്ട് ഭാഷ കൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് പറ്റുന്ന അടിച്ചൊക്കെയാണ് തീർക്കുന്നത്. അപ്പൊ ഈ ഭാഷകൾ എന്ത് രസമായിട്ട് സംസാരിക്കുന്നത് അവിടുത്തെ. കാരണം പണിക്കാരെല്ലാം അവിടുത്തെ നാട്ടുകാരാണ്.
ബ്രോക്കൺ ഇംഗ്ലീഷ്, അയാൾ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു. പിന്നെ ഹിന്ദി അവിടെ ഇവിടെയൊക്കെ പറയും, ബഹാസ ശകലമൊക്കെ പറയും. ബഹാസ ഇന്തോനേഷ്യൻ ഭാഷയാണ്. അപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് ഞാൻ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. പോർച്ചുഗീസ് അവർ ഉപേക്ഷിച്ചു പോയി, 200 വർഷം മറ്റേ ഭരിച്ചിട്ട്. അപ്പോൾ ഇന്തോനേഷ്യ എൻക്രോച്ച് ചെയ്തവരെ എൻക്രോച്ച് ചെയ്തിട്ട് ഇന്തോനേഷ്യയുടെ ഭാഷ അടിച്ചേൽപ്പിക്കാൻ നോക്കി. ഓക്കെ. ബഹാസ ഇന്തോനേഷ്യ എൻക്രോച്ച് ചെയ്ത് എത്ര കാലം ഭരിച്ചു? അത് 20 വർഷം. ഡച്ച് കോളനി. ഡച്ച് കോളനി. ഇന്തോനേഷ്യ ഡച്ച് കോളനിയാണ്. അപ്പൊ ഇവര് പോർച്ചുഗീസുകാർ പോയി ഇവരെ കൂടെ അങ്ങ് ഇത് പിടിച്ചു. അപ്പൊ എന്നിട്ട് ഇവരെ ബഹാസ പഠിപ്പിക്കാൻ നോക്കി. അപ്പൊ ഒന്നാമത് 3% പേർക്ക് ഈ അവർ പോർച്ചുഗീസ് കോളനി ആണെങ്കിലും 3% പേർക്ക് പോർച്ചുഗീസ് അറിയാവുള്ളായിരുന്നു. ഏറ്റവും തന്നെ പല വേർഷൻസും. അവരെ ഇന്തോനേഷ്യ അവരുടെ ഭാഷ ബഹാസ പഠിപ്പിക്കാൻ നോക്കി. ഇവരാകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോഴത്തെ 2002 സ്വതന്ത്ര രാജ്യമായി. അപ്പോൾ UN ഏറ്റെടുത്തു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ക്ഷയരോഗത്തിന് ഡയറക്ടർക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ടെറ്റും കാണും, ഇംഗ്ലീഷ് കാണും, ബഹാസ കാണും, പോർച്ചുഗീസ് കാണും, ചില വാക്കുകൾ. അപ്പം നമ്മളും കൺഫ്യൂസ്ഡ് ആയിപ്പോകും. അന്ന് ഇതുപോലത്തെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ അത് ഭാഷ കൊണ്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോയ മനുഷ്യനാണ്. ഇന്തോനേഷ്യ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് അവർ റെഫറൻഡം നടത്തി ഏത് രാജ്യത്തോട് നിൽക്കണം ജനത. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തിമോറിന് വേണ്ടി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവർ തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ദേഷ്യത്തിൽ അവർ ആ നഗരത്തെ തകർത്തുകളാണ്. ഞാനൊക്കെ ചെല്ലുമ്പോഴും വലിയ ഹെൽത്തിൻ്റെ ഓഫീസിൽ പോലും വലിയ പീരങ്കിയുടെ പോയ ഓട്ടോകളുണ്ട്. ഒരുപാട് പേര് മരിച്ചുപോയി. അപ്പോൾ ഇന്തോനേഷ്യയോട് അവർക്ക് ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരാണ് പട്ടാളത്ത്, ചെറുപ്പക്കാരാണ് കൂടുതലും മരിച്ചത്. അതവരെ സൈക്കിൽ പോലും ബാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ശരാശരി തിമോറി ഒരു 15 വയസ്സിന് 45 വയസ്സിന് ഇടയ്ക്കുള്ള ഏത് തിമോറി കണ്ടാലും ഗർഭിണിയായിരിക്കും. അവർക്ക് കൂടുതൽ കുട്ടികൾ വേണമെന്നുള്ള ഭയങ്കര ഒരു ഉൾപ്രേരണയായിപ്പോയി. ഞാൻ എൻ്റെ ഒരു ഹോട്ടൽ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു ലേഡി 45 വയസ്സ് വരും. അപ്പോൾ ഒരു കൈക്കുഞ്ഞിനെ വെച്ചിരിക്കുകയാണ്. വേറെ 10 വയസ്സിൽ പെൺകുട്ടി സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ എന്നോട് വലിയ കാര്യമായിരുന്നു. ബ്രോക്കറിൽ ഞാൻ സ്നേഹത്തോട് ചോദിച്ചു, ഗ്രാൻഡ് ചൈൽഡ് ആണെന്ന് ചോദിച്ചു. അവർ ദേഷ്യം വന്നു, ദിസ് മൈ ചൈൽഡ്. മറ്റതും അവരുടെ മുട്ടിയാണ്. എന്താ പറയാൻ, എനിക്കിതുപോലെ ഇതിൻ്റെ 4-5 കൂടെ വേണം. അപ്പോൾ അവർ സൈക്കിൾ പോലും മാറി ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെട്ടു. വലിയ ഫാമിലി സൈസ് 9-ാം കണ്ടൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് സുകുമാരൻ നായർ അവിടുത്തുകാരനായി മാറി അവിടെ അവരേക്ക് ഭരിച്ച്. ഇല്ല, ഫാമിലി കൊണ്ടുവരാൻ പാടാണ് അവിടെ. ചിലവ് ഇത്തിരി കൂടുതലാണ് അവിടെ. ഞാൻ താമസിച്ച ഒറ്റമുറി ഒറ്റമുറിക്ക് തന്നെ $750. ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ എന്നിട്ട് സുകുമാരൻ നായർ അപ്പോൾ അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടുത്തി. അപ്പോൾ 2 ദിവസത്തിനകത്ത് പറഞ്ഞു ഇവിടെ ഒരു ഫാദർ പീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഫാദർ പീറ്റർ മലയാളി അച്ഛൻ. ഇപ്പോൾ 16 വർഷമായിട്ട് അവിടെ ഉണ്ട്. ആ ഫാദർ പീറ്ററായിട്ടൊക്കെ വലിയ ആത്മാവെന്നാണ്. ഞങ്ങൾ ജനുവയിൽ പോയപ്പോൾ അത് 5 വർഷത്തിൽ കിട്ടുന്ന അവധി ജനുവയിൽ ഞങ്ങളോട് ഒന്നാണ് സ്പെൻഡ് ചെയ്തത്. അത്ര ഇപ്പോഴും സ്നേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതുപോലെയാണ്. അവിടുത്തെ ഭാഷയൊക്കെ നല്ലപോലെ സംസാരിക്കും. അവിടുത്തെ ബിഷപ്പും അവിടുത്തെ പ്രസിഡന്റും നോബൽ സമ്മാനം കിട്ടിയവരാണ് സ്വാതന്ത്ര്യ സമരത്ത്. ബിഷപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനം നമ്മുടെ പീറ്റർ ഫാദറിനാണ്. ഞാൻ കണ്ടൊരു വലിയ ആളുടെ വഴക്കിട്ട് നീക്കും ഫാദർ പീറ്റർ എന്ന് പറയുമ്പോൾ 2 വഴിക്ക് ആളുടെ പിരിഞ്ഞങ്ങ് പോകും. 2 പേരും ചീത്ത ഇങ്ങനെ ആളാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് 95% കത്തോലിക്കരാണ് രാജ്യത്ത്. അപ്പോൾ പള്ളിക്ക് ഭയങ്കര സ്വാധീനമാണ്. അപ്പോൾ ഫാദർ പീറ്റർ വഴി പിന്നെ നൺസ് ഉണ്ട്, അവിടുത്തെ മലയാളി നൺസ് ഉണ്ട്. അപ്പോൾ ഒരു മലയാളി നണ്ണിൻ്റെ സ്ഥലത്തേക്കാണ് ഒരുപാട് ദൂരം. അതൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി പോയതാണ് ആരോഗ്യരംഗത്ത്. അപ്പോൾ അവിടെ ചെന്നെത്താൻ പാടാണ്. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു വലിയ ടീമൊക്കെ ഉണ്ട് എൻ്റെ കൂടെ, ഉപകരണങ്ങളും ടീമായിട്ടാണ് പോയത്. ആ യാത്ര തന്നെ ഞാൻ ഒരു ദിവസം പറയാണ്ട് പോയി, എളിപ്പിക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹസനം പറഞ്ഞു ഒരു വലിയൊരു പുഴ കടക്കണം, പാലമില്ല. അപ്പോൾ പറഞ്ഞ് നമുക്ക് 4 മണിക്ക് മുമ്പ് ഇപ്പുറം കടക്കണം, അല്ലെങ്കിൽ മലവെള്ളം വരും. അപ്പോൾ ആലോചിച്ചോടെ അപ്പുറത്ത് പെട്ടുപോയി. അപ്പോൾ അതും കടന്നിട്ട് ഒരു കുന്നിലൊക്കെ കയറി ഒരുപാട് ദൂരം കുന്നിലൂടെ നടക്കണം. അവിടെ അവസാനം ചെന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ സ്കൂൾ 500 കുട്ടികളെ താമസിപ്പിക്കണം. ആ രാജ്യത്തെ മിടുക്കരായിട്ടുള്ള 500 കുട്ടികളെ കൊണ്ട് താമസിപ്പിക്കണം അവിടെ. അപ്പോൾ അവിടുത്തെ രോഗാന്വേഷണത്തിന് പോയതാണ്. ഇതിൻ്റെ മൊത്തം ചാർജ് ഒരു മലയാളി നണ്ണാണ്, ഒരു മലയാളി സിസ്റ്ററാണ് ഇത് മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ സിസ്റ്ററുണ്ടായ സ്നേഹവും, എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ഭക്ഷണം ജീവിതത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം അതാണ്. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കാരണം അത്രയും ടയേർഡാണ്. പരിചയമില്ലാത്ത സ്ഥലത്ത് തിമോറും പല രാജ്യക്കാരും കൂടെ പോകുമ്പോൾ ഒരു മലയാളി സിസ്റ്റർ ആയിരുന്നു ഭക്ഷണം. പേര് ഓർമ്മയുണ്ടോ? ആൽബിന പീറ്റർ. കേരളം കൃത്യം എവിടെയാണെന്നറിയില്ല. പക്ഷെ ഇവരായിട്ട് ടച്ച് ഉണ്ട്. ആൽബിന പീറ്റർ ഒരു സിസ്റ്റർ ജെസ്സി ഉണ്ട്, ജെസ്സി സിസ്റ്റർ ഉണ്ട്. ഭയങ്കര ജെസ്സി സിസ്റ്ററൊക്കെ ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ പ്ലെയർ ഒക്കെ ആയിരുന്നു. അവർ ജീവിതം ആലോചിച്ച് 2-3 വർഷം കൂടുമ്പോൾ അവർ നാട്ടിൽ വരുന്നത് ഈ മനുഷ്യരോട് കുട്ടികളോടൊപ്പം കഴിക്കണം. ഞാൻ ഭക്ഷണം ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താ ബിരിയാണി ആയിരിക്കും ഉദ്ദേശിച്ചാലേ, ചോറും ഒരു കറിയും. കറിയിലെ ഇല എന്താണെന്നറിയാം, ഇലക്കറി, സൂപ്പ് പോലത്തെ.
മരിച്ചീനിലയാണ്. ഓ, മരിച്ചീനില കഴിക്കുന്നപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും. പക്ഷെ അത്രയും സ്നേഹത്തോടെയും നമുക്ക് വിശപ്പുമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയപ്പോൾ ചോറ് ഈ കറി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത് വല്ലാത്ത പല മലയാളി നൺസിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലത്ത് അവരിപ്പോൾ ഒരു സ്ഥാപനത്തെ ഹെഡ് ചെയ്യാണ്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഒരു കാര്യം പറയാം, അവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയൻ പട്ടാളക്കാരൊക്കെ എൻ്റെ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഇവിടെ പീസ് കീപ്പിംഗ് പാടാണ്. ഭയങ്കര പാടാണ് ഡോക്ടറെ. ഞാൻ നിങ്ങളുടെ തോക്കൊക്കെ ഇരിക്കുകയല്ലേ, ആ പാങ്ങയുടെ തോക്കില്ലല്ലേ, ഈ തോക്കിലൊരു കാര്യമില്ല. എന്താ കാര്യം, യവന്മാർ മരത്തിൻ്റെ മേളിൽ ഈ തെറ്റാടി വെച്ച് തലക്കടിക്കും. അവിടെ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ച് നടക്കുന്നതാണ്. അപ്പൊ നമ്മുടെ തോക്കിനേക്കാൾ ആക്യുറസി ആകുമ്പോൾ വളരെ ഏത് മരത്തിലായിരിക്കും. അപ്പൊ ഇത് അത് പേടിച്ച് നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെനിക്ക് അവരെ തോക്കില്ല, പക്ഷെ അവർക്ക് അവരെ ടെക്നിക്കുകളുണ്ട്. പിന്നെ അവിടെ ഈ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബിജു ഫ്രാൻസ് ഒക്കെ ഉണ്ട് IT-ൽ. ഞാൻ ചെല്ലുന്നതിന് മുമ്പുണ്ട്, ചെറുപ്പക്കാർ തൃശ്ശൂരുകാരൻ. അപ്പോൾ അവർ ഡോക്ടറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ മീറ്റാന്ന് പറഞ്ഞാൽ കഴിക്കരുത്, ചിക്കനാണെ കഴിച്ചോ, കണ്ടാൽ അറിയാലോ. മീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പട്ടി കാണും, പട്ടി ഇറച്ചി കഴിക്കും. പട്ടി ഇറച്ചി കഴിയും, പാറ്റ ഇവിടെ കഴിക്കുന്നവരൊക്കെ അങ്ങനെ എല്ലാ ടൈപ്പ് ആളുണ്ട്. പിന്നെ പറയും പാമ്പിനെ നമുക്കും പട്ടിയും പാമ്പിനെ നമുക്ക് ഇവിടെ പേടിയാണ്. തമാശയ്ക്ക് പറയും ഇവർ ഈ പാമ്പും പട്ടി ഇവരെ കണ്ട ഓടിക്കളയും, രണ്ടുപേർ ഭക്ഷണം തരും. അത് മോശമായിട്ടല്ല, അത് ഓരോ നാട്ടിൻ്റെ കൾച്ചറാണ്, നമുക്കറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ സ്ത്രീകളാണ് അവിടെ കൂടുതലും ജോലി ചെയ്യുന്നത്. അവരെല്ലാ ജോലിയും ചെയ്യും. പുരുഷന്മാർ ഈ നമ്മുടെ സിം കാർഡ് വിൽപ്പനയാണ്. $10 സിം കാർഡ്, $10 വരെ 1 മിനിറ്റൊക്കെ വിളിക്കാൻ കിട്ടുള്ളൂ. $10 വിറ്റിട്ട് അതിൽ $1 കണ്ടിട്ട് അവരെല്ലാം സ്മോളൊക്കെ അടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. സ്ത്രീകളാണ് അധ്വാനിക്കുന്നത്. എൻ്റെ വൈഫ് പറഞ്ഞൊരു സെൻറ്റൻസ് ഒരിക്കലും മറക്കില്ല. അപ്പം നമ്മൾ ഈ ഫാദർ പീറ്റർ ഞങ്ങൾക്ക് ഒരു വീട് അറേഞ്ച് ചെയ്തു. ഞങ്ങളുടെ ഫാമിലി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് 1 മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ജനുവേ ജോലി കിട്ടി, ഇങ്ങ് വരേണ്ടി വന്നു. പക്ഷേ അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുമായിരുന്നു ഞങ്ങൾ. അതിനൊരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അവിടെ പണിക്ക് സഹായത്തിനായിട്ടൊരു ലേഡി വന്നു. എൻ്റെ ഭാഷയും സന്ധ്യയുടെ ഭാഷയും വൈഫിൻ്റെ ഭാഷയും വരുന്ന വൈഫ് സന്ധ്യയുടെ ഭാഷയും ഇവരുടെ ഭാഷയൊന്നും യാതൊരു സാമ്യമില്ല. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവരുടെ ഭാഷ നമുക്കറിയില്ല. പക്ഷെ സന്ധ്യ പറഞ്ഞാൽ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് ലേഡി ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അത്ര ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഈ ബ്രോക്കൺ ഭാഷ ആംഗ്യ ഭാഷയിലും പറഞ്ഞാൽ അവർ ഏത് കാര്യം, വീട്ടിലെ കുക്കിംഗ് മാത്രമല്ല നമ്മുടെ സാധനങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. സന്ധ്യ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞ ഓർമ്മയുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയ സാഹചര്യം ഈ സ്ത്രീക്ക് കിട്ടിയത് അവർക്ക് എവിടെ എത്തിയത്. അപ്പോൾ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ജനത, റിമോട്ടായ സ്ഥലത്ത്, ദാരിദ്ര്യം, ഇതെല്ലാം കൂടെ അവരൊരുപാട് പുറകോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഒരുപാട് കയറി വരികയാണ്. ഏറ്റവും രസം തോന്നിയത് അവിടുത്തെ ഡോക്ടർമാർ ആകെ 32 ഡോക്ടർമാരെ ആ രാജ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഓസ്ട്രേലിയയിലും ഫിലിപ്പീൻസിലും പോയി പഠിച്ച, അല്ലാതെ 3-4 പേര് രാജ്യത്തുള്ളൂ, ബാക്കി എല്ലാം വേറെ രാജ്യങ്ങളിൽ പോയി. പക്ഷെ അവിടുത്തെ ആരോഗ്യമന്ത്രി ഡോക്ടറായിരുന്നു നെൽസൺ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി, വളരെ അടുത്ത സുഹൃത്തുക്കളായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു പടവും വെച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ നാട്ടിൽ പോയിരുന്ന ഒരു കഥകളി പടം കൊണ്ടുവച്ചു. എൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. ആ മുറിയിൽ ആകെയുള്ള പടം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ മുറിയിലിരിക്കുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ വേറൊരു റൂയി എന്നൊരു ഡോക്ടറുണ്ട്, റൂയി. അപ്പം ഞങ്ങളോട് WHO വർക്ക് ചെയ്യണം. ഇപ്പോൾ WHOയുടെ ഹെഡ് പറഞ്ഞു നമ്മുടെ ലോക്കൽ സ്റ്റാഫാണ്, നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റാഫാണ്, എന്നാലും അദ്ദേഹത്തോട് വളരെ സ്നേഹത്തിൽ പെരുമാറും. ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ. ഞാൻ ചെന്ത കാര്യം വെച്ചാൽ പറഞ്ഞു ഇദ്ദേഹമായിരുന്നു കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്നു ഡോക്ടർ റൂയി. ഞങ്ങളുടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം. എന്തൊരു അറിവാണെന്നറിയാം. അയാൾക്ക് കേരളത്തെ പറ്റി വരെ അറിയാം. ഞാൻ ഞെട്ടിപ്പോൾ അത്ര അറിവാണ്. നല്ല തമാശ. ഞാൻ ഗമയിൽ ഒരു ദിവസം ഒരാളെ കാണിച്ചു, നോക്കണേ ഇത് ആരാന്ന് കാണും. എൻ്റെ വാട്സാപ്പിൽ ആരാ ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ റൂയി ആരാ സാറേ? ഞാൻ പറഞ്ഞു അയാൾ തിമോറിലെ പ്രധാനമന്ത്രിയാണ്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായി പിന്നീട്. അപ്പോൾ നമുക്ക് ഒരു പ്രധാനമന്ത്രിയായിട്ട് വാട്സാപ്പ് ചെയ്യാൻ പറ്റിയത് തിമോറിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തമാശ കഥകൾ പറയുകയാണെങ്കിൽ ഞാൻ ചെന്നപ്പോൾ തൊട്ട് 2 ദിവസം ഞാൻ സിറ്റിയിൽ നിന്നൊക്കെ അവരെ ക്യാപിറ്റൽ സിറ്റി അന്വേഷിച്ചു പോയപ്പോൾ സിറ്റി നമ്മുടെ നാട്ടിൽ ജംഗ്ഷൻ അത്രയേ ഉള്ളൂ. അവിടെ ചെന്ന് കുറച്ച് പിള്ളേർ സൈഡിൽ നിന്ന് കുച്ച് ഹോത്താ ഹേ. എനിക്കെന്താ സംഭവം? ഞാൻ നോക്കിയപ്പോൾ അമ്മമാരെ വിളിച്ചു. കുറച്ചപ്പുറത്തേക്ക് വേറെ പിള്ളേർ കുച്ച് ഹോത്താ ഹേ. എനിക്ക് സംഭവം അറിയില്ല. അപ്പോൾ കുറച്ചപ്പുറത്തേക്ക് ഒരു കട, എനിക്ക് ഇലക്ട്രോണിക് സാധനം വാങ്ങണം. എൻ്റെ ബോർഡ് നോക്കിയത് കുച്ച് ഹോത്താ ഹേ എന്ന് ഇംഗ്ലീഷ് ചോദിച്ചേക്കുന്നത്. എനിക്ക് എന്ത് സംഭവം? ഞാനവർ ചോദിച്ചു ഇന്ത്യ എന്നാണോ എന്ന് ചോദിച്ചു. ഹിന്ദിയാണല്ലേ? ഐ ആം എ ചൈനീസ് ബ്രോക്കൺ ഇംഗ്ലീഷ്. ഞാൻ ഈ പേരെന്താ? അത് നേരത്തെ ഉള്ള തിമോറി അവൻ എഴുതി വെച്ചിരുന്നതാണ്. എൻ്റെ മക്കളെ ഡൽഹിക്ക് വിളിച്ചു. നമ്മുടെ അച്ഛൻ പോകുന്നിടത്തെല്ലാം ചിലർ കുച്ച് ഓത്തായിരുന്നു. അപ്പം പറഞ്ഞു അച്ഛൻ സിനിമ കാണാത്തതിൻ്റെ കുഴപ്പം, അത് നാട്ടിൽ ഫേമസ് സിനിമയാണ്, ഷാരൂഖ് ഖാൻ. ഞാൻ പിന്നെ അതൊക്കെ കാണാൻ നോക്കി. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ രാജ്യത്ത് ഏറ്റവും പ്രശസ്തൻ ഷാരൂഖ് ഖാനാണെന്ന്. എവിടെ നോക്കിയാൽ ആൾക്കാരുന്ന് ഷാരൂഖ് ഖാൻ്റെ കുച്ച് ഓത്തായിരുന്നു. ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും കാണും.
അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ലോക്കൽ സ്റ്റാഫാരോ ചോദിച്ചു, ഡ്രൈവർ ചോദിച്ചു ഷാറുഖ് ഖാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ 3-4 പ്രാവശ്യം പേർത്ത് അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ വയ്യ. അവർ വിചാരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടിയാണ് ഇവിടെ വന്നേക്കുന്നത് ഈ രാജ്യം നന്നാക്കാൻ. അവന് ഷാറുഖ് ഖാൻ അറിയില്ലെങ്കിലോ. ഇത് എന്തുകൊണ്ടാണ് അവർ നിശ്ചയിക്കുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലായി. ഒരു ദിവസം ഞാൻ UN വണ്ടി പോകുമ്പോൾ ഡ്രൈവർ പേര് പറഞ്ഞു. അപ്പോൾ അയാൾ വണ്ടി നിർത്തി, ഡോക്ടർ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിൻ ഓഫ് ചെയ്ത് അയാൾ ഇറങ്ങി പുറത്തേക്ക് പോയി. ഞാൻ വെച്ചത് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം കൂടെയാണ്. നമ്മുടെ രാജ്യത്ത് എന്നെ ഇരുത്തിയിട്ട് അയാൾ വണ്ടി നിറയും. ഞാൻ നോക്കി ഒരാൾക്ക് പോയിട്ട് തോളിലൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്, അയാളും തോളിൽ കൈയിടുന്നു. എനിക്കൊരു വിഷമം തോന്നി. കാരണം UN സെക്യൂരിറ്റി ഒരുപാട് നമുക്ക് നമുക്ക് നിർദ്ദേശങ്ങളുണ്ട്, പേടികൊണ്ട് മാത്രമേ. അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ ചാലഞ്ച് മനസ്സിലായില്ല, അത് ഞങ്ങളുടെ പ്രസിഡന്റാണ് രാമസ്വാമി. എന്നാ അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റും ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാൽ. അപ്പോൾ പ്രോട്ടോക്കോൾ ഒന്നുമില്ല, അവർ തോളിക്കായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതാണ് അവരുടെ പ്രശ്നം. അവർക്ക് എൻ്റെ ഡ്രൈവർക്ക് ആ രാജ്യത്തെ പ്രസിഡന്റ് അറിയാം, നിങ്ങൾക്ക് ഷാറുഖ് ഖാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറയാൻ കള്ളം പറയാൻ തുടങ്ങി. ഷാറുഖ് ഖാൻ അറിയാം, പിന്നെ നല്ലപോലെ അറിയില്ല. ഞാൻ മനസ്സിലേക്ക് എനിക്കറിയാമല്ലോ. ജക്കാർത്തയില് ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യൻ ഇന്ന് ഷാറുഖ് ഖാനാണ്. ഏറ്റവും അറിയപ്പെടുന്നത്, പിന്നെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഷാറുഖ് ഖാനാണ്. നമ്മളെല്ലാരും ഞാനതൊരു ഇതിന്റെ മുന്നത്തെ ഇന്റർവ്യൂവിൽ പറയാം, നമ്മളെല്ലാരും ഷാറുഖ് ഖാനായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ആ ഷേപ്പ് ഉള്ളവരല്ല. ഏറ്റവും ദയനീയമായ കാര്യം എന്താ, ഒരു ദിവസം പാർട്ടിക്ക് എൻ്റെ ചോദിച്ചത് ലെറ്റസ് ഡാൻസ് പറഞ്ഞു. ഞാൻ എനിക്ക് മലയാളിയുടെ പ്രശ്നമാണ്, നമ്മൾ സ്റ്റേജിലല്ലേ ഡാൻസ് പഠിപ്പിച്ചിട്ട്, എനിക്ക് ഡാൻസ് ചെയ്യാറില്ല. ഫ്രം ഇന്ത്യ ഷാറുഖ് ഖാൻസ് കൺട്രി ഡോണ്ട് ഡാൻസ്. ഇന്ത്യക്കാരെല്ലാം ഈ ഹിന്ദി സിനിമ ഡാൻസ് കളിച്ച് കിടക്കുകയാണ്. എല്ലാ ഇന്ത്യക്കാരും ഡാൻസ് കളിക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഡാൻസിങ് സെൻസ് ഉണ്ട് നമ്മളെ മലയാളികൾ സൗത്ത് ഇന്ത്യൻസിനെ കളിക്കുന്നത്. അപ്പൊ ഏത് പാട്ട് വെച്ചെടുത്താലും അവർക്ക് അത്യാവശ്യം നമ്പറുകളൊക്കെ കാണിക്കാൻ പറ്റും. നമ്മളാ പെട്ടുപോകുന്നതിനകത്ത്. ഇപ്പൊ നമ്മളൊരു ഒഫീഷ്യൽ ഒരു ഗവർണർ ഫംഗ്ഷനോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഒരു ഭൂപതി, നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡിന്റെ പേര് ഭൂപതി എന്നാണ്. ഭൂപതിയുടെ ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ മിസ്റ്റർ മാത്യു, എന്നെ മാത്യു എന്നാണ് അവർ വിളിക്കുന്നത്. മാത്യു പ്ലീസ് കം ഓൺ സ്റ്റേജ്, ലെറ്റ്സ് ഡാൻസ് ഫോർ കുച്ചു കുച്ചു പത്തായി പറയും. നമ്മൾ ഈ കുച്ചു കുച്ചു പത്ത എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം. പക്ഷെ ഇവര് നമ്മളെക്കാളും മനോഹരമായിട്ട് ഡാൻസ് ചെയ്യും. ഇവരിൽ എല്ലാവരും ഒരു നമ്മളിപ്പോ ഇന്തോനേഷ്യയിലും അതുപോലുള്ള രാജ്യങ്ങളിൽ, തായ്ലൻഡില്, പിന്നെ കംബോഡിയയിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏത് പാട്ട് വെച്ചാലും ഡാൻസ് കളിക്കാൻ ഒരു സ്കില്ല് അവർക്ക്. നമ്മളാണ് അതിനകത്ത് പെട്ടുപോകുന്നത്. ഞാനെനിക്ക് ബാലിയിൽ നിൽക്കുമ്പോൾ, ബാലിയിൽ ഓവർനൈസ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ എല്ലാം ഭക്ഷണമൊക്കെ കഴിക്കും. ചില മദ്യപിക്കുന്നവരൊക്കെ അവിടെ നിൽക്കും. ഞാനൊരു ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സായിപ്പ് പരിചയപ്പെട്ടു. ഇവിടെ ഇവരൊക്കെ പലയിടത്തേക്ക് പോകാനുള്ളൊരു സ്ഥലമാണ് തിമോർ, ഇവിടെ ബാലിയിൽ വന്നടിയുന്നത്. അപ്പോൾ അവിടെ ബാൻഡ് കിടക്കണം. അവരെന്തൊക്കെ ഭാഷ, ഇവരെ സായിപ്പന്മാരൊക്കെ കയറി പാടുന്നു. അപ്പോൾ ഈ പാടിക്കൊണ്ട് ഇനി ഇന്ത്യ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ സായിപ്പ് എൻ്റെ കൈ പിടിച്ചത് ഒരു തിരുപ്പൂട്. ഞാനിങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നിന്ന് വിളി തുടങ്ങി, ഒരു കമൻറ്റ് സിംഗ്. അപ്പുറം എനിക്ക് പാടാറില്ലെന്നല്ല, എനിക്കല്ലേ റിമാർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ബഹളമായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് വന്ന് ഇന്ത്യയുടെ അഭിമാനം മുഴുവൻ എൻ്റെ ചുമലിലായത്. ഞാൻ എന്തോ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ കയറി സ്റ്റേജിൽ പാടാൻ പറയുകയാണ്. ഇപ്പം എനിക്ക് പാടാൻ അറിയില്ല. അപ്പം പാട്ടുകൾ അറിയാമെങ്കിലും ഞാൻ നോക്കി മലയാളി ലുക്കുള്ള ഒരുത്തരും അവിടെ ഇല്ല. അപ്പൊ ഞാൻ പതുക്കെ മാണിക്യ വീണ പാടി. മാണിക്യ വീണ എനിക്കറിയാൻ രീതി പാടി. അപ്പൊ ഞാൻ നോക്കി അമ്മ ആദ്യത്തെ ഒരു സ്റ്റാൻസിൽ കൊട്ടും ഇതൊക്കെ ചെയ്തു. ഞാൻ 2ാമത്തെ സ്റ്റാൻസ് ആകുമ്പോൾ കൈ കെട്ടി. ഇവന്റെ കൂടെ എത്താൻ പറ്റുന്ന മനസ്സിലായി. ഇപ്പൊ ഞാൻ കയറിയാൽ ഞാൻ മുഴുവൻ പാടിയിട്ട് കയറും. അപ്പൊ എന്റെ വൈഫ് സിംഗറാണ്, TV-ലൊക്കെ പാടാനൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ പറയും ഇന്തോനേഷ്യയില് ഓർക്കസ്ട്രയോടെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇല്ലെങ്കിൽ എന്നേക്കാൾ കുറഞ്ഞ പാട്ടുകാരിയാണ്. അപ്പോൾ അല്ല, പിന്നെ ഒന്നിട്ട് ഭയപ്പെടുത്തി ഒന്നൊരു കാര്യങ്ങൾ പറയാം. തിമോറിനെ പറ്റി പറഞ്ഞുകൊണ്ട് എനിക്ക് തിമോറിൽ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഓഫീസർ ഞങ്ങളുടെ പറഞ്ഞു, ഈ ആസ്ബസ്റ്റോസ് ഇതൊക്കെയാണ്. എനിക്ക് എന്താ കാര്യം സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടെയാണ്. ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ആടുന്നു, ടേബിളും എല്ലാം ഇങ്ങനെ ആടും. എനിക്ക് മനസ്സിലായി ഭൂകമ്പാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പുറത്തേക്ക് ഓടാൻ നോക്കി. നമ്മളങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാക്കി ഇന്ത്യയിലാണ് പുറത്തേക്ക്. ഡോക്ടർ ഡോണ്ട് റൺ, ഇത് സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭൂകമ്പത്തെ റെസിസ്റ്റ് ചെയ്യാൻ രീതിയിലായിട്ടാണ് UN ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പുറത്തു പോയാൽ ചിലപ്പോൾ ഏതെങ്കിലും മോശം സ്ഥലത്തിലേക്ക് വീഴും. അപ്പോൾ അത് ഭയന്ന ഒരു സാധനം. ആദ്യമായിട്ട് ഭൂകമ്പം അങ്ങനെ അനുഭവിക്കും. നമ്മളിങ്ങനെ എല്ലാം ആടുന്നത് കാണുന്നത്. ആടി അങ്ങ് നിന്നോളൂ. അതുപോലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരിക്കൽ ഇതുപോലെ ഞാൻ ഈ ഒരു സ്ഥലത്ത് പരിശോധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പോയപ്പോൾ അത്യാവശ്യമായിരുന്നു. ഡ്രൈവർ പറഞ്ഞു ഡോക്ടറെ ഭയങ്കര മഴ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് പോകാൻ എന്തായാലും ചെല്ലാമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് കുറേ കാലത്ത് ഭയങ്കര പെരുമഴ. ഇത്ര വലിയ മഴ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞൊരു പാലം. അപ്പോൾ ഇയാൾ ഡ്രൈവർ ഡോക്ടറെ പാലം കാണാനില്ല, പാലത്തിൻ്റെ മേളിൽ കൂടെ പുഴ ഒഴുകുകയാണ്, നമുക്ക് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെ പോകും? അപ്പോൾ നോക്കി കാണാൻ 2 പേര് ലോക്കൽ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അവർ മുന്നേ എന്തോ സംഭവം അതുപോലെ നടക്കുന്നുണ്ട്. അവർ ഞങ്ങൾ ഈ പാലത്തൂടെ നടക്കും,
അപ്പോൾ വീല് ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അപ്പോൾ നടക്കുന്നവനാണെങ്കിൽ റോഡുണ്ടെന്നല്ല അർത്ഥം, അവരവിടുത്തുകാരാണ്. അപ്പോൾ ഡ്രൈവർ വേണോ ഡോക്ടർ? ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ആ ചെറുപ്പമാണ്. ഞാൻ പറഞ്ഞു പുറകെ വിടാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഒരു 10 അടി പോയപ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ വെള്ളം ചുറ്റും നടക്കും വെള്ളം, 4 ചുറ്റും വെള്ളമായി. ഒരു പാലത്തിന് പുറത്തോട്ട് വെള്ളം ഒഴുകുകയാണ്. $10 എടുക്കുക, എന്നാലേ കടത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ $10 നമുക്ക് കൊടുത്താല് എന്ത് ചെയ്യണം, ഡ്രൈവറെ കൊടുക്കേ വഴിയുള്ളൂ. അപ്പൊ $10 എടുത്ത് വീണ്ടും അവർ നടന്നു. അപ്പൊ ശരിക്കും ഇതിന്റെ നടുക്കെത്തി. അപ്പൊ അന്ന് $20 എടുക്കാം. അപ്പൊ എനിക്ക് അപ്പൊ ഞാൻ ഡ്രൈവർ ഇനിയിപ്പോ എനിക്ക് പുറകോട്ട് പോകാനും പറ്റില്ല, യുവമാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു $10 എടുത്തിട്ടാണ് കൊടുത്തിട്ടാണ് അപ്പുറം കിടന്നത്. ഞാൻ പേടിച്ചു വെച്ചിരിക്കും. അത് കഴിഞ്ഞ് കുറെ ചെന്നപ്പോഴത്തേക്ക് റിയൽ ലാൻഡ് സ്ലൈഡ് കണ്ടു. ഈ നമ്മള് ഉരുൾപൊട്ടൽ അത് ഈ കൺമുന്നിൽ കണ്ടു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ എല്ലാ വണ്ടികളും നിർത്തി, പോലീസൊക്കെ വന്ന് വണ്ടികളൊക്കെ തിരിച്ചു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കിങ്ങനെ മല ഇടിഞ്ഞിടിഞ്ഞ് വീണ്. അപ്പോൾ നമുക്ക് പോകേണ്ട റോഡ് ഇല്ല. അപ്പോൾ എല്ലാ വണ്ടികളും അപ്പുറത്തായി, ഒരുപാട് വണ്ടികൾ ഇവിടെ തിരിച്ചു വിട്ടു. ഭയങ്കര UN പോലീസും എല്ലാം ഉള്ളതുകൊണ്ട് അതൊക്കെ നടക്കും. പക്ഷെ ഒരു 8 മണിക്കൂർ കൊണ്ട് അവർ 6 മണിക്കൂർ എടുത്താണ് അവർ നമ്മുടെ വണ്ടികൾക്ക് പോകാവുന്ന രീതിയിൽ നമ്മുടെ JCB പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വന്ന് റോഡിനൊക്കെ UN വണ്ടിയാണ്ട് അപ്പുറം പോയി. പക്ഷെ അത് മുന്നിൽ കണ്ടിങ്ങനെ. പക്ഷെ അത് പിന്നീട് ആലോചിക്കുമ്പോൾ എന്തൊരു അപകട സ്ഥലത്താണ് നമ്മൾ ചെന്ന് പെട്ടതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ നമുക്ക് ഈ സിസ്റ്റംസ് ഇല്ലല്ലേ. ഇപ്പം UN ഉള്ളതുകൊണ്ട് അന്ന് ഇത്രയും നടക്കുകയാണ്. UN ആണ് കൂടുതൽ. അപ്പോൾ അതൊരു അനുഭവം കൂടെ പറയാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഞാൻ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ വേറെ സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ ഫീൽഡ് വിസിറ്റാണ്. അപ്പോൾ രാത്രി ഒരു ദിവസം കൊണ്ട് എത്തില്ല. അപ്പോൾ രാത്രി ബൗക്കാവ് എന്നൊരു സ്ഥലത്ത് സ്റ്റേ ആണ്. അവിടെ കണ്ടേ കേരളം പോലിരിക്കും, തെങ്ങ് എല്ലാം കൂടെ ഭയങ്കര രസമുള്ള സ്ഥലം ബൗക്കാവ്. അവിടെ ചെന്ന് ഡോക്ടർ ഇവിടെ താമസിക്കുന്ന എന്നെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ മേലിലാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ വീട്, ഒറ്റ സ്റ്റാഫുകൾ, മാനേജറും സ്വീപ്പറും എല്ലാം ഒരു ലേഡിയാണ്. എന്നെ അവിടെ ആക്കിയിട്ട് ഡ്രൈവറാണ്, എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, മുറിയില്ല. അപ്പോൾ അയാൾ പോയി. അപ്പം എനിക്കൊരു ഭയമുണ്ട്. എന്നാൽ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മേളിൽ 1-2 ലൈറ്റുകളൊക്കെ ഉള്ളൂ. അവിടെ അങ്ങ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഒന്നും കാണാൻ വയ്യ രാത്രി. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ അവർ സംസാരിച്ച് ഒരു ഭക്ഷണശാലം തന്നു. ഞാൻ കിടന്നിട്ട് ആദ്യം ഉറക്കം വരുന്നില്ല. ഞാൻ ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവർ തറയിൽ കിടക്കുകയാണ്. ഈ മാനേജർ എന്ന് പറഞ്ഞ ലേഡി തറയിൽ കിടക്കുകയാണ്. അപ്പോൾ അത്ര സമയം പാവം തോന്നി. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് ബ്രോക്കൺ. എന്നിട്ട് അവർ കിടന്നു ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ടേബിളുണ്ട്, അവിടെയാണ് ഭക്ഷണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കി അവിടെ ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഒട്ടും വിശ്വസിക്കുക, ഇത് അയാൾ എപ്പോൾ ഒന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എനിക്ക് ശേഷം എപ്പോഴും വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ കൈയും കഴിയിട്ട് വന്നിരുന്ന് അപ്പോൾ എന്തോ ഓംലെറ്റ് എന്തോ കൊണ്ടുവച്ചപ്പോൾ ഞാൻ പതുക്കെ ചോദിച്ചു, വേറെ ഫ്രം എന്ന് വെച്ചാൽ ഞാൻ ഫ്രം സിംഗപ്പൂർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഞാൻ പറഞ്ഞു ഫ്രം ഇന്ത്യ. ഫ്രം വേർ ഇൻ ഇന്ത്യ? ഞാൻ പറഞ്ഞു കേരള. ഓ മലയാളിയാണല്ലേ? അപ്പോൾ ഓ മലയാളിയാണ്. ആ മലയാളി എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ പക്ഷേ കേരളം കണ്ടിട്ടില്ല, മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ? അപ്പോൾ അതൊരു വലിയ കഥയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേരളത്തിൽ എങ്ങനെയോ നാട്ടിലെത്തി, സിംഗപ്പൂരെത്തി. അപ്പോൾ അത് വേറെ മലയാളിയുടെ മകളെ വിവാഹം കഴിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും മലയാളം മാത്രം അറിയുന്നവരാണ്. അപ്പോൾ വീട്ടിൽ മലയാളം പറയുന്നത്. ഈ പറയുന്ന മനുഷ്യൻ അന്ന് 70 വയസ്സ് വരും. അപ്പോൾ വീട്ടിൽ മലയാളം പറഞ്ഞവർക്കെല്ലാം മലയാളം അറിയാം, കേരളം കണ്ടിട്ടില്ല. അതിന് ചില പ്രത്യേക റീസൺസാണ്, ഞാനിപ്പോൾ പറയുന്നില്ല. കേരളത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവർ കേരളത്തിൽ പോയിട്ടില്ല. കേരളത്തിൽ പോകുന്നതിനെ പറ്റി പറയുകയോ കേരളത്തെ പറ്റി ചോദിക്കാനോ പാടില്ല വീട്ടിൽ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഒരിക്കൽ ഇദ്ദേഹത്തെ തപ്പി സിംഗപ്പൂരെത്തി. ഇവർ ഫേസ് ടു ഫേസ് വന്നു. ഇയാൾ ഓടിക്കളഞ്ഞു. എന്ത് ബുദ്ധിമുട്ടിട്ടായിരിക്കും ഒരാൾ അന്വേഷിച്ചെത്തിയത്. ഓടിക്കളഞ്ഞിട്ട് വീട്ടിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരും തിരക്ക് വരികയാണെങ്കിൽ തുറക്കരുത്, ഇങ്ങനെ ആളില്ല എന്ന് പറഞ്ഞിട്ട് കാണാനും പറ്റും. അപ്പോൾ ഒരു ശ്രമം അവർ നടത്തി. ചിലപ്പോൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ചില ബന്ധുക്കളെ കൊണ്ടായി പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. പറഞ്ഞു വാക്കൻ. ഞാൻ ഈ മലയാളിക്ക് എന്താ വാക്കൻ എന്ന പേര്? ചിലപ്പോൾ വാക്കൻ കേൾക്കുമെന്ന് അറിയില്ല എനിക്ക്, നല്ല പ്രായമായിക്കാണ്. അപ്പോൾ സാറേ അതൊരു കഥയാണ്. അപ്പം അച്ഛൻ ഭാസ്കരൻ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ചൈനക്കാരിയാണ് ടീച്ചർ സ്കൂളിൽ ചേർക്കുന്നത്. അപ്പോൾ അടുത്ത് പറഞ്ഞ് പാക്കരൻ എന്നാണ് പറഞ്ഞത്. ഇത് അവരെഴുതിയപ്പോൾ വാക്കൻ എന്നായിപ്പോയി. അപ്പോൾ ഒരു ഭാസ്കരനാണ് യഥാർത്ഥ ഒരു വാക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് മലയാളികൾ കണ്ടെത്തി. സുകുമാരൻ നായർ തിമൂറിൽ കണ്ടു അതിശയമാണ്. ആകെ 20 ഇന്ത്യക്കാരിലടുത്തൊരു മലയാളി. ചന്ദ്രനിൽ പോയപ്പോൾ ആംസ്ട്രോങ് മലയാളികളുടെ ചായക്കട കണ്ടെന്ന് പറഞ്ഞതൊക്കെ തിമൂറിൽ ഞാൻ ചായക്കട സുകുമാരൻ നായരുടെ ചായക്കട. അപ്പോൾ അതിനേക്കാൾ അതിശയമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ഒരു രാത്രിയിൽ മലയാളം പറയുന്ന കേരളം കണ്ടിട്ടില്ലാത്ത 10-20 വയസ്സായ മനുഷ്യൻ വാക്കൻ. അതൊരു ജീവിതത്തിൽ ഇപ്പോഴൊരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നൊരു അനുഭവമാണ്. കുറേ സംസാരിക്കും. കുറച്ച് നാളെങ്കിലും ഇമെയിൽ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എത്രത്തോളം വലുതാകുന്നു, അതായത് നമ്മൾ
പെരുമാറുന്ന ആൾക്കാർ, നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, അത് എത്ര ദേശാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു അവിടെയെല്ലാം നമ്മളുടെ ബ്രെയിനിൻ്റെ വളർച്ചയാണ് സംഭവിക്കുന്നത്, നമ്മളുടെ വ്യക്തിയുടെ വളർച്ചയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ വളരാൻ സാധിച്ച ഭാഗ്യം കിട്ടിയ 2 പേർക്കൊപ്പം എന്തായാലും ഈ സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. നന്ദി ലാൽ സാർ, നന്ദി ബെന്നി സാർ. മെഡിമിക്സ് ABC ടോക്കിൻ്റെ മറ്റ് ചില എപ്പിസോഡുകളിലും നമുക്ക് ഇവരുടെ രസകരമായ കഥകൾ കേൾക്കാം.